ഹേ ഗായ്സ്, കഴിഞ്ഞ 2 ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാനും മാത്രം സീരിയസ് ആക്കി എടുത്തിട്ടില്ല. കുറച്ച് തിരക്കുകൾ കാരണം ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷേ ഡെയിലി എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. 6 o'clock കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കും, എവിടെ വീഡിയോ വന്നില്ലല്ലോ, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ ചീത്ത വേറെ. ഇത് കേൾക്കുമ്പോൾ ആരാ ഇത്ര വലിയ ഡൈഹാർട്ട് ഫാൻ ഉണ്ടെന്ന് തോന്നും. വേറെ ആരുമല്ല, എൻ്റെ അമ്മയുടെ പറയൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി നാട്ടുകാർ മൊത്തം കാത്തിരിക്കുകയാണ് എന്ന്. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്ന വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നുമെങ്കിലും ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ഞങ്ങൾ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും, ഞാനാണെങ്കിലും എൻ്റെ സിബ്ലിങ്സ് ആണെങ്കിലും എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ ഒരുപാട് എക്സൈറ്റഡ് ആവുന്ന, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനെ ഞങ്ങൾക്ക് ദൈവം തന്നെ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. അവർക്ക് എൻ്റെ ലൈഫിലുള്ള റോള് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, സ്ഥിരം മടിയും പിടിയും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ മാറി നിന്നപ്പോഴാണ് മനസ്സിലായേ, അങ്ങനെ നടി കൂടിയാലും കുഴപ്പമില്ല, വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ സമയമായിരുന്നു റിയൽ ലക്ഷറി എന്നുള്ളത്. എനിവേസ്, ഇതെൻ്റെ ഒരു സ്കിൻ കെയർ ഡേ ആയിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ട അക്കയില്ലേ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു മദേർലി ഫീലിംഗ് തരുന്ന ഒരാളാണത്. എന്ത് കളിക്കും കൂട്ട് നിൽക്കുന്ന, ഏത് പാതിരാത്രിക്കും എന്ത് സഹായം ചോദിച്ചാലും അക്ക റെഡിയാ. എന്താ ചോദിച്ചിട്ട് അപ്പം എഴുന്നേറ്റ് വരുമ്പോൾ അതിനൊരു പരിഭവമോ ഒരു കംപ്ലൈൻ്റ് ആയിട്ടോ ഒന്നും അതിനെടുക്കില്ല. ഞാൻ കുറച്ച് നല്ല മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.